ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി സ്വാഗതം ചെയ്ത് ആശാ സമരസമിതി. കേന്ദ്ര തീരുമാനം ഏറെ ആശ്വാസം നൽകുന്നതാണ്. സമരത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന പ്രതികാര നടപടി അവസാനിപ്പിച്ച് ആനുകൂല്യം നൽകാൻ തയ്യാറാകണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. ആശമാരുടെ രാപ്പകൽ സമരം ഇന്ന് 168-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആശമാരുടെ ഓണറേറിയം 2000 രൂപയിൽ നിന്ന് 3500 വർദ്ധിപ്പിച്ചതും വിരമിക്കലാനുകൂല്യം 20,000 നിന്ന് 50,000 ഉയർത്തിയതും ആശ്വാസം നൽകുന്നത് എന്നാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാർ നടപടി സ്വാഗതാർഹമെന്നും ഇതിനായി പ്രവർത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ലോക്സഭാ എംപിമാർക്ക് സമരസമിതി നന്ദിയും അറിയിച്ചു. കേന്ദ്ര സർക്കാർ വാഗ്ദാനം പാലിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നതായും ആശാ സമരസമിതി നേതാവ് യസ്മിനി ജനം ടിവിയോട് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വർധന ഉണ്ടായതിൽ 18 വർഷം മുമ്പ് ആരംഭിച്ചപ്പോൾ നിശ്ചയിച്ച ഇൻസെൻറ്റീവാണ് നിലവിലുണ്ടായിരുന്നത്. അതിനകത്തൊരു നേരിയ വർധനമാണ് വരുത്തിയിരിക്കുന്നത്. എന്നാൽ പോലും ഞങ്ങൾ ഈ സമരമുഖത്ത് നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് വളരെയധികം അഭിമാനമുണ്ട്. രാജ്യത്തെ 10 ലക്ഷത്തിലധികം ആശാ വർക്കർമാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സമരത്തോട് ഇപ്പോഴും പ്രതികാര സമീപനമാണ് സ്വീകരിക്കുന്നത്. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനം വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പാലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ആശാ സമരസമിതി പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ ഒരു പ്രതികാര നടപടി തന്നെയാണ്. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, അപ്പോൾ സംസ്ഥാനം പരിഗണിക്കാമെന്നാണ്. അപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത് പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളത് പ്രതീക്ഷിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇന്ന് 168 ദിവസം പിന്നിടുകയാണ്. സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.